നമസ്തേ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 3 വിദുരനീതിയാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ എന്ത് പറഞ്ഞു? ധൃതരാഷ്ട്രർ വിദുരരെ കാണുവാൻ ആഗ്രഹിച്ചു. വിദുരർ ധൃതരാഷ്ട്രരുടെ സമീപത്ത് എത്തിച്ചേർന്നു. ഇനി രണ്ടാമത്തെ യൂണിറ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ 1 മുതൽ 7 വരെയാണ് യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി 8 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് യൂണിറ്റ് 2 വരുന്നത്. അതെങ്ങനെയാ പറയുന്നത്? ശ്ലോകാഹ 8 മുതൽ 15 വരെ. ധൃതരാഷ്ട്രസ്യ ധർമ്മ ശുശ്രൂഷ, ധൃതരാഷ്ട്രരുടെ ധർമ്മപരിപാലനം എങ്ങനെയാണ് എന്നാണ് ഈ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം അല്ലേ? വിദുരഹ ധൃതരാഷ്ട്രം ഏവം വദതി. വിദുരർ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറയുന്നു. മുമ്പ് പറഞ്ഞു പറയുവാൻ പോകുന്ന തരത്തിലുള്ള വാക്കുകളെ വിദുരർ പറഞ്ഞു എന്ന്. ഇനി എന്തൊക്കെയാണ് വിദുരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. വിദുരഹ ധൃതരാഷ്ട്രം ഏവം വദതി. വിദുരർ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറയുന്നു. വിദുരോഹം മഹാപ്രാജ്ഞ സംപ്രാപ്തസ്തവ ശാസനാത് യദി കിഞ്ചന കർത്തവ്യം അയമസ്മി പ്രശാധി മാം. മഹാപ്രാജ്ഞ അല്ലയോ മഹാപണ്ഡിത, മഹാബുദ്ധിമാനായ രാജാവേ, വിദുരഹ അഹം വിദുരരെന്നു പേരായ ഞാൻ, തവ ശാസനാത് സംപ്രാപ്ത അങ്ങയുടെ ധൃതരാഷ്ട്രരുടെ ശാസനാത് ആജ്ഞയനുസരിച്ച് സംപ്രാപ്ത വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. യതി കിഞ്ചന കർത്തവ്യം എന്തെങ്കിലും ചെയ്യുവാനുണ്ട് എന്നുണ്ടെങ്കിൽ അയം അസ്മി ഇതാ ഞാൻ വന്നെത്തിയിരിക്കുന്നു, ഉപസ്ഥിതനായിരിക്കുന്നു. മാം പ്രശാധി എന്നോട് ആജ്ഞാപിച്ചാലും. മാം എന്ന് പറഞ്ഞാൽ എന്നോട് ദ്വിതീയ വിഭക്തിയാണ്. അസ്മത് ശബ്ദം ദ്വിതീയ വിഭക്തി ഏകവചനം. മാം എന്നോട് പ്രശാധി ആജ്ഞാപിച്ചാലും അല്ലെങ്കിൽ നിർദ്ദേശിച്ചാലും. അല്ലയോ മഹാപണ്ഡിതനായിട്ടുള്ള ധൃതരാഷ്ട്രരെ, വിദുരരെന്നു പേരായ ഞാൻ ഇതാ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് വന്നെത്തിയിരിക്കുന്നു. എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ആജ്ഞാപിച്ചാലും ഇതാ ഞാൻ ഉപസ്ഥിതനായിരിക്കുന്നു എന്ന് വിദുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ധൃതരാഷ്ട്രഃ പൂർവം യുധിഷ്ഠിര വൃത്താന്തം സഞ്ജയേന സൂചിതം വിദുരം വദതി. അപ്പോൾ ധൃതരാഷ്ട്രർ മുമ്പ് യുധിഷ്ഠിരനെ കുറിച്ച്, യുധിഷ്ഠിരന്റെ കാര്യങ്ങൾ പ്രവൃത്തികളെ പറ്റി സഞ്ജയൻ സൂചിപ്പിച്ചതെല്ലാം വിദുരരോട് പറയുന്നു. അപ്പൊ ധൃതരാഷ്ട്രർ സഞ്ജയനെ അയച്ചിട്ടുണ്ട് എന്താണ് യുധിഷ്ഠിരന്റെ ഉദ്ദേശം എന്നറിയാൻ. അപ്പോൾ യുധിഷ്ഠിരന്റെ കാര്യങ്ങൾ സഞ്ജയൻ വന്ന് ധൃതരാഷ്ട്രരോട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ധൃതരാഷ്ട്രർ വിദുരരോട് പറയുകയാണ്. സഞ്ജയോ വിദുര പ്രാജ്ഞോ ഗർഹയിത്വാ ച മാം ഗതഃ അജാതശത്രോഃ ശ്വോ വാക്യം സഭാമധ്യേ സവക്ഷ്യതി. അപ്പൊ പറയാണ്, ഹേ വിദുര അല്ലയോ വിദുരരെ. നമ്മൾ ഇന്നലെ സംബോധന പ്രഥമ പഠിച്ചു. ഹേ ബാല അല്ലെങ്കിൽ ഹേ സീത എന്നൊക്കെ പറഞ്ഞ എന്താണ്? അല്ലയോ വിദുരരെ. പ്രാജ്ഞഃ സഞ്ജയഃ ച എൻ്റെ മഹാബുദ്ധിമാനായിട്ടുള്ള മഹാപണ്ഡിതനായിട്ടുള്ള സഞ്ജയനാകട്ടെ മാം ഗർഹയിത്വാ ഗതഃ. മാം എന്നെ ഗർഹയിത്വ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ എന്നിൽ കുറ്റം ആരോപിച്ചിട്ടാണ് ഗതഃ പോയത്. സഹ ശ്വഃ സഭാമധ്യേ അവൻ അല്ലെങ്കിൽ അദ്ദേഹം സഞ്ജയൻ
ശ്വഹ നാളെ സഭാമധ്യേ സഭയിൽ വെച്ച് സഭാമധ്യത്തിൽ വെച്ച് അജാതശത്രുഹോ അജാതശത്രു ആരാണ്? യുധിഷ്ഠിരനാണ്. അജാതശത്രു ആരാണ്? യുധിഷ്ഠിരനാണ്. അജാതശത്രുഹോ യുധിഷ്ഠിരന്റെ വാക്യം വക്ഷ്യതി വാക്യങ്ങളെ യുധിഷ്ഠിരൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകളെ വക്ഷ്യതി പറയും. അപ്പോൾ അത് ഭാവി കാലത്തിലാണ്. വക്ഷ്യതി പറയും. വദതി എന്ന് പറഞ്ഞാൽ പറയുന്നു, വക്ഷ്യതി എന്ന് പറഞ്ഞാൽ പറയും. നാളെ സഭാമധ്യത്തിൽ സഞ്ജയൻ യുധിഷ്ഠിരൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ എന്താണ്? അദ്ദേഹത്തിന്റെ ആശങ്കയാണ്. അദ്ദേഹം വിതുരരോട് പറയുകയാണ്, ഇങ്ങനെ സഞ്ജയൻ എന്നെ ഇവിടെ വന്ന ശേഷം എന്നിൽ കുറെ ദോഷങ്ങളെ ആരോപിച്ചുകൊണ്ട് പോയി. സഞ്ജയൻ നാളെ സഭാമധ്യത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ എല്ലാവരും ആ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യും. അതാണ് ധൃതരാഷ്ട്രരുടെ ആശങ്ക. യുധിഷ്ഠിരസ്യ വചഃ കിം വാ സ്യാത് ഇതി ചിന്താകുലോ ധൃതരാഷ്ട്രഃ നിദ്രാരഹിതോ ബഭൂവ. യുധിഷ്ഠിരന്റെ വാക്കുകൾ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ചിന്താകുലനായ ധൃതരാഷ്ട്രർക്ക് എന്തുണ്ടായി? നിദ്രാരഹിതഃ ബഭൂവ. അദ്ദേഹം നിദ്രാവിഹീനനായി, ഉറക്കം നഷ്ടപ്പെട്ടവനായി തീർന്നു. തസ്യാദ്യ കുരുവീരസ്യ ന വിജ്ഞാതം വചോമയാ തന്മേ ദഹതി ഗാത്രാണി തദകാർഷീത് പ്രജാഗരം. കുരുവീരസ്യ തസ്യ വചഃ കുരുവീരനായിട്ടുള്ള കൗരവ വംശത്തിലെ വീരനായിട്ടുള്ള യുധിഷ്ഠിരന്റെ വചഃ വാക്കുകൾ അദ്യ മയാ ന വിജ്ഞാതം ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്നാൽ അറിയപ്പെട്ടിട്ടില്ല, എനിക്ക് അറിയില്ല. തത് മേ ഗാത്രാണി ദഹതി അത് എനിക്ക് അറിയാത്തതായിട്ടുള്ള വാക്കുകൾ, യുധിഷ്ഠിരന്റേതായ ഞാൻ അറിഞ്ഞിട്ടില്ലാത്തതായ ആ വാക്കുകൾ മേ ഗാത്രാണി. മേ എന്ന് പറഞ്ഞാൽ ആത്മശബ്ദം ഷഷ്ഠി വിഭക്തി ഏകവചനമാണ്. മേ എന്റെ, ഗാത്രാണി അവയവങ്ങളെ. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമുണ്ട്, അവയവം എന്നും അർത്ഥമുണ്ട്. ഗാത്രാണി എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിലെ അവയവങ്ങളെ ദഹതി ദഹിപ്പിക്കുന്നു, ഭസ്മമാക്കുന്നു. അപ്പൊ എന്താണ്? കുരുവീരനായിട്ടുള്ള യുധിഷ്ഠിരന്റെ ആ വാക്കുകൾ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ലാത്തതായ ആ വാക്കുകൾ എന്താണ് പറയുവാൻ പോകുന്നത് എന്നുള്ള ആ വാക്കുകൾ എന്റെ ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളെ ഒന്നാകെ ദഹിപ്പിക്കുന്നു. തത് മേ പ്രജാഗരം അകാർഷീത് അത് അതിൻ്റെ ആ ചൂടേറ്റ്, ആ വാക്കുകളെ പറ്റിയുള്ള ചിന്തയിലുള്ള ചൂടേറ്റ് എന്താണ്? ഞാൻ നിദ്രാവിഹീനനായിരിക്കുന്നു, ഞാൻ ഉറക്കം നഷ്ടപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. പ്രജാഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കമില്ലായ്മ, നിദ്രാരാഹിത്യം എന്നാണ് അർത്ഥം. അപ്പൊ കഹ പ്രജാഗരഹ അഭവത് എന്ന് ചോദിച്ചാൽ ആരാണ് നിദ്രാവിഹീനനായത്? ധൃതരാഷ്ട്രരാണ് പ്രജാഗരനായത്, നിദ്രയില്ലാത്തവനായി തീർന്നത്. ഇനി അടുത്ത ശ്ലോകത്തില് ധൃതരാഷ്ട്ര വിതുരരോട് പ്രാർത്ഥിക്കുന്നതാണ്. സ്വസ്യ യത് ശ്രേയസ്കരം തത് ഉപദേഷ്ടും ധൃതരാഷ്ട്രഃ വിതുരം പ്രാർത്ഥയതി. തനിക്ക് എന്താണോ ശ്രേയസ്കരമായിട്ടുള്ളത്, നല്ലതായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് അത് ഉപദേശിക്കുവാനായി ധൃതരാഷ്ട്രർ വിതുരരോട് അപേക്ഷിക്കുന്നു. ജാഗ്രതോ ദഹ്യമാനസ്യ ശ്രേയോ യദനുപശ്യസി തദ്ബ്രൂഹി ത്വം ഹി നസ്താത ധർമാർത്ഥ കുശലോ ഹ്യസി. ഹേ താത, അല്ലയോ പ്രിയ സഹോദര വിതുരരെ, ജാഗ്രതഃ ദഹ്യമാനസ്യ, ജാഗ്രതഃ ഉറക്കം നഷ്ടപ്പെട്ടവനും, ദഹ്യമാനസ്യ ദഹിച്ചു കൊണ്ടിരിക്കുന്നവനുമായ, സന്തപിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള, മേ എന്റെ അല്ലെങ്കിൽ എനിക്ക്, യത് ശ്രേയഃ യാതൊന്നാണോ ശ്രേയസ്കരമായിട്ടുള്ളത്, നല്ലതായിട്ടുള്ളത്, അനുപശ്യസി എനിക്ക് എന്താണോ ശ്രേയസ്കരമായി നല്ലതായി അങ്ങ് കാണുന്നത്, തത് നഹ ബ്രൂഹി അത് നമ്മോട് പറഞ്ഞാലും. നഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്മഭ്യം നഹ, നമ്മോട് പറഞ്ഞാൽ. ഇപ്പൊ രാജാവ് പറയുമ്പോൾ എന്നോട് എന്നുള്ളതിനൊക്കെ കൂടുതൽ നമ്മോട് എന്ന ബഹുവചനത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് ശ്രേയസ്കരം എന്താണോ അങ്ങ് കാണുന്നത് അത് അങ്ങ് എന്നോട് ഉപദേശിച്ചാലും, എന്നോട് പറഞ്ഞാലും.
ത്വം ഹി ധർമാർത്ഥ കുശലഃ അസി, അങ്ങാകട്ടെ ധർമ്മത്തിലും അർത്ഥത്തിലും, ധർമ്മശാസ്ത്രത്തിലും അർത്ഥശാസ്ത്രത്തിലും വളരെ പണ്ഡിതനാണല്ലോ. അപ്പോൾ അങ്ങേക്ക് എന്താണോ എനിക്ക് നല്ലതായി തോന്നുന്നത് അത് എന്നോട് പറഞ്ഞാലും എന്ന് ധൃതരാഷ്ട്രർ വിദുരരോട് പറയുന്നു. അടുത്ത ശ്ലോകത്തിലോ ധൃതരാഷ്ട്രസ്യ മനസഃ ചിന്താപാരവശ്യു, ധൃതരാഷ്ട്രരുടെ മനസ്സിലെ ചിന്ത, അങ്ങേയറ്റമുള്ള ചിന്തയെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യതഃ പ്രാപ്തഃ സഞ്ജയഃ പാണ്ഡവേഭ്യോ ന മേ യഥാവൻ മനസ പ്രശാന്തിഃ സർവേന്ദ്രിയാണ്യപ്രകൃതിം ഗതാനി കിം വക്ഷ്യതീത്യേവ മേ പ്രചിന്ത. യതഃ സഞ്ജയഃ പാണ്ഡവേഭ്യഃ പ്രാപ്തഃ, എപ്പോഴാണോ സഞ്ജയൻ പാണ്ഡവേഭ്യഃ പാണ്ഡുപുത്രരുടെ സമീപത്തു നിന്നും പ്രാപ്തഃ തിരിച്ചെത്തിയത്, തതഃ അപ്പോൾ മുതൽ മേ മനസഃ യഥാവത് എൻ്റെ ധൃതരാഷ്ട്രരുടെ മനസ്സിന് യഥാവത് വേണ്ട തരത്തിലുള്ള ഉചിതമായ തരത്തിലുള്ള പ്രശാന്തിഹി സമാധാനം അല്ലെങ്കിൽ ശാന്തിയൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ എപ്പോഴാണോ സഞ്ജയൻ അവിടെ നിന്നും തിരിച്ചെത്തിയത്, പാണ്ഡവരുടെ സമീപത്തു നിന്നും തിരിച്ചെത്തിയത്, അപ്പോൾ മുതൽ എനിക്ക് വേണ്ടതായിട്ടുള്ള ശാന്തിയൊന്നും ലഭിക്കുന്നില്ല. മമ സർവേന്ദ്രിയാണി അപ്രകൃതിം ഗതാനി, എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും അസ്വസ്ഥമായി തീർന്നിരിക്കുന്നു. സഹ കിം വക്ഷ്യതി, അദ്ദേഹം അല്ലെങ്കിൽ സഞ്ജയൻ എന്തു പറയും എന്ന്, ഇത്തേവ അദ്യമേ ചിന്ത, എന്നാണ് എൻ്റെ ഇന്നത്തെ ചിന്ത. അപ്പോൾ സഞ്ജയൻ വന്ന ശേഷം എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല, ഞാൻ അശാന്തനായിരിക്കുന്നു, എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും അസ്വസ്ഥമായിരിക്കുന്നു. സഞ്ജയൻ എന്തു പറയും എന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ചിന്ത എന്ന് ആര് പറയുന്നു? ധൃതരാഷ്ട്രർ വിദുരരോട് പറയുന്നു. കേശാം നിദ്രാഭംഗ ഇതി വിദുരോ വദതി. അപ്പോ ഇദ്ദേഹം ഉറക്കം നഷ്ടപ്പെട്ടവനായിരിക്കുന്നു എന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞു. അപ്പൊ വിദുരർ പറയാണ്, ആർക്കൊക്കെയാണ് നിദ്രാഭംഗം സംഭവിക്കുക, ഉറക്കമില്ലായ്മ ആരെയൊക്കെയാണ് സമീപിക്കുക എന്ന് വിദുരർ പറഞ്ഞു കൊടുക്കുകയാണ്. അഭിയുക്തം ബലവത ദുർബലം ഹീനസാധനം ഹൃതസ്വം കാമിനം ചോരം ആവിശന്തി പ്രജാഗരാഹ. എന്താ പറയുന്നത്? ബലവത അഭിയുക്തം, ബലവാനായ ഒരാളാൽ ആക്രമിക്കപ്പെട്ടവൻ, ദുർബലൻ അതായത് ശക്തിയില്ലാത്തവൻ, ഹീനസാധനം ഹൃതസ്വം, ഹീനസാധനം എന്ന് പറഞ്ഞാൽ നിസ്സഹായനായവൻ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവൻ, ഹൃതസ്വം തൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ധനം അപഹരിക്കപ്പെട്ടവൻ, കാമിനം ചോരം കാമുകനെ, ഒരു പ്രണയാതുരനായിട്ടുള്ള കാമുകനെ, അതുപോലെ ചോരം തസ്കരം കള്ളനെ, പ്രജാഗരാഹ ആവിശന്തി നിദ്രാഭംഗം അല്ലെങ്കിൽ നിദ്രാവിഹീനത നിദ്രയില്ലായ്മ ആവിശന്തി ബാധിക്കുന്നു. അപ്പൊ ആരെയൊക്കെയാണ് നിദ്രാരാഹിത്യം ഉറക്കമില്ലായ്മ ബാധിക്കുക എന്ന് പറയുകയാണ്. ആരൊക്കെയാണ്? ബലവത അഭിയുക്തം, ഒരു ബലവാനായ ഒരാളാൽ ആക്രമിക്കപ്പെട്ടവനെ, ദുർബലനായ ശക്തിയില്ലാത്ത ഒരാളെ, ഹീനസാധന നിസ്സഹായനായിട്ടുള്ള ആയുധങ്ങളൊന്നും കയ്യിലില്ലാതെ നിസ്സഹായനായിട്ടുള്ള ഒരാളെ, അതുപോലെ ഹൃതസ്വം തൻ്റെ ധനമെല്ലാം അപഹരിക്കപ്പെട്ടവനെ, കാമിനം പ്രണയാതുരനായിട്ടുള്ള ഒരു കാമുകനെ, അതുപോലെ ചോരം കള്ളനെ തസ്കരനെ, ഇവരെയെല്ലാം പ്രജാഗരാഹ നിദ്രാരാഹിത്യം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ആവിശന്തി ബാധിക്കുന്നു. അപ്പോ കേ പ്രജാഗരാഹ ആവിശന്തി എന്ന് ചോദിച്ചാൽ ബലവതാഭിയുക്തം, ദുർബലം, ഹീനസാധനം, ഹൃതസ്വം, കാമിനം, ചോരം ച പ്രജാഗരാഹ ആവിശന്തി. അടുത്തത് എന്താ പറയുന്നത്? ഏതാദൃശാഹ ദോഷാഹ ഉത പരദ്രവ്യേഷു സ്പൃഹാവ ഭവതഃ മനസി വർത്തതേ കിമിതി വിദുരഃ ധൃതരാഷ്ട്രം പൃച്ഛതി. അപ്പൊ ചോദിക്കാണ്, ഇത്തരത്തിലുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ
മറ്റുള്ളവരുടെ ദ്രവ്യങ്ങളിൽ സ്വത്തുകളിലുള്ള ആഗ്രഹമോ അങ്ങയുടെ മനസ്സിൽ ഉണ്ടോ എന്ന് വിദുരർ ധൃതരാഷ്ട്രരോട് ചോദിക്കുന്നു. കച്ചിതേതേർ മഹാദോഷേർ ന സ്പൃഷ്ടോസി നരാധിപ കച്ചിച്ച പരവിത്തേഷു ഗൃധ്യന്ന പരിതപ്യസേ. എന്താ പറയുന്നത്? നരാധിപ അല്ലയോ മഹാരാജാവേ, ഏതൈഹി മഹാദോഷൈഹി മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദോഷങ്ങളാൽ, ബലവതാഭിയുക്തം, ദുർബലം, ഹീനസാധനം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള ദോഷങ്ങളാൽ ന സ്പൃഷ്ടോസി കച്ചിത് അങ്ങ് ബാധിക്കപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ. അപ്പൊ മുമ്പ് പറഞ്ഞതായിട്ടുള്ള ദോഷങ്ങളൊന്നും അങ്ങയെ ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ. പരവിത്തേഷു ഗൃധ്യഞ്ച മറ്റുള്ളവരുടെ വിത്തം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, മറ്റുള്ളവരുടെ ധനത്തിൽ, സമ്പത്തിൽ ഗൃധ്യഞ്ച അത്യാഗ്രഹമുള്ളവനായിക്കൊണ്ട് ന പരിതപ്യസേ കച്ചിത് അങ്ങ് പരിതപിക്കുന്നുമില്ലല്ലോ അല്ലേ. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ളതായ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതായ ദോഷങ്ങളൊന്നും അങ്ങയെ ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ. അതുപോലെ മറ്റുള്ളവരുടെ സ്വത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൽ അങ്ങേക്ക് അവയെ സമ്പത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അങ്ങ് പരിതപിക്കുന്നില്ലല്ലോ അല്ലേ, അങ്ങ് സന്തപിക്കുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ബാധിച്ചവരെയും മറ്റുള്ളവരുടെ ധനത്തിൽ ആഗ്രഹമുള്ളവരെയുമാണ് നിദ്രാരാഹിത്യം ബാധിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗണത്തിലൊന്നും അങ്ങ് ഉൾപ്പെടുന്നില്ലല്ലോ അല്ലേ എന്ന് വിദുരർ ധൃതരാഷ്ട്രരോട് ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്? പ്രാജ്ഞസമ്മതസ്യ തവ വചാംസി ശ്രോതുമിച്ഛാമി ഇതി വിദുരഃ ധൃതരാഷ്ട്രം വദതി. പണ്ഡിതന്മാരെല്ലാം സമ്മതിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ വാക്കുകളെ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിദുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. ശ്രോതുമിച്ഛാമി തേ ധർമ്മ്യം നൈശ്രേയസം വചഃ അസ്മിൻ രാജർഷി വംശേഹി ത്വമേക പ്രാജ്ഞസമ്മതഃ. അപ്പോൾ മഹാപണ്ഡിതന്മാരായിട്ടുള്ളവരെല്ലാം അംഗീകരിക്കുന്നവനായിട്ടുള്ള അങ്ങയുടെ വാക്കുകളെ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ മറുപടി കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിദുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. ധർമ്മ്യം പരം നൈശ്രേയസം, ധർമ്മസഹിതമുള്ളതും ധർമ്മപരവും അത്യന്തം മംഗളകരവുമായിട്ടുള്ള തേ വചഃ ശ്രോതുമിച്ഛാമി അങ്ങയുടെ വാക്കുകൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസ്മിൻ രാജർഷി വംശേ ഈ രാജവംശത്തിൽ അല്ലെങ്കിൽ ഈ ഋഷിതുല്യരായിട്ടുള്ള രാജാക്കന്മാരുള്ള ഈ രാജവംശത്തിൽ ത്വം ഏകഹാഹി പ്രാജ്ഞസമ്മതഃ അങ്ങ് ഒരാൾ മാത്രമേയുള്ളൂ ബുദ്ധിമാന്മാരാൽ അംഗീകരിക്കപ്പെട്ടവൻ. അപ്പോൾ എന്താണ്? അല്ലയോ മഹാരാജാവേ, ധർമ്മപരവും മംഗളകരവുമായിട്ടുള്ള അങ്ങയുടെ വാക്കുകൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഋഷി തുല്യരായിട്ടുള്ള രാജാക്കന്മാരുടെ ഈ രാജവംശത്തിൽ ബുദ്ധിമാന്മാരാൽ അംഗീകരിക്കപ്പെട്ടവൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് വിദുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. അപ്പൊ ഇത്രയും ഭാഗമാണ് എവിടെ വരുന്നത്? രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത്. അത് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ വരാറുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രജാഗരാഹ പ്രജാഗരാഹ ആവശ്യന്തി നിദ്രാരാഹിത്യം ആരെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ അതിനെന്താണ്? അഭിയുക്തം, ബലവതാ ദുർബലം, ഹീനസാധനം, ഹൃദസ്വം കാമിനം ചോരം ആവശ്യന്തി പ്രജാഗരാഹ എന്നതാണ് ഉത്തരം വരെ. അപ്പോൾ ഈ യൂണിറ്റ് 2-ൽ ഇത്രയാണുള്ളത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.